നമുക്ക് നമ്മുടെ പണി തുടങ്ങിയാലോ? നേരത്തെ പണി തുടങ്ങിയാൽ നേരത്തെ പണി തീർത്തിട്ടിരിക്കാമല്ലോ. അപ്പോൾ ചാളക്കുട്ടന്മാരെ വൃത്തിയാക്കലാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാവരും എടുത്ത് വെള്ളത്തിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. എൻ്റെ 2-3 വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചെതുമ്പൽ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിനകത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെതുമ്പൽ എടുക്കുന്നത്. അപ്പോൾ അത് അധികം തെറിക്കാതിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും ക്ലീൻ ചെയ്താൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലൊരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് തന്നെ ചിറകും വാലും എല്ലാം കട്ട് ചെയ്ത് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിനകത്തൊരു മീൻ ഇടുകയാണ്. അപ്പോൾ ഈ വേസ്റ്റിനകത്ത് തന്നെ പിന്നെയും നമ്മൾ കിടന്നിട്ട് അടുത്ത മീന് വേണ്ടിയിട്ട് തപ്പി പിടിക്കേണ്ടി വരും. ലാസ്റ്റൊക്കെ ആകുമ്പോൾ തന്നെ ഈ വേസ്റ്റിനകത്ത് മീൻ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതുപോലൊരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ട് ഈ ചെതുമ്പൽ മാത്രം അതിനകത്ത് കളഞ്ഞിട്ട് പിന്നീട് ഒരു വേസ്റ്റ് കവർ വെച്ചിട്ട് അതിനകത്ത് ഈ വേസ്റ്റിൽ എടുത്തിടും കേട്ടോ. അപ്പം നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. അപ്പം വെള്ളം ഇച്ചിരി ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. നമുക്ക് പിന്നീട് അതിനകത്ത് മീൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് വെച്ച് ക്ലീൻ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണോ ഇല്ലയോ എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം ഓരോന്നോരോന്നായിട്ട് ചാളയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഴുത്ത ചാളയൊന്നും അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ടിരുന്ന ഒരു മീനാണ് കേട്ടോ. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും ഇഷ്ടമില്ലാണ്ടിരുന്ന മീൻ, അല്ല കഴിക്കാൻ വേണ്ടി ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യുന്നതിന് അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. എല്ലാ നാട്ടിലും ഒരുപോലെയല്ല മീൻ ക്ലീൻ ചെയ്യുന്നത്. ചിലർ ഈ മീനിൻ്റെ കണ്ടയൊക്കെ എടുത്തിട്ട് തല മാത്രം കളഞ്ഞിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. ചിലർ ഈ തല കളയാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ തല അങ്ങനെ കളയുകയാണ് പതിവ് കേട്ടോ. ആ കണ്ട മാത്രം എടുത്തിട്ട് തല ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ് പതിവ്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഈ മീൻ ക്ലീൻ ചെയ്യുന്നത് എന്ത് എളുപ്പമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എവിടെയെങ്കിലും മുറ്റത്ത് എവിടെയെങ്കിലും അലക്കല്ലിൻ്റെ എവിടെയോ മുറ്റത്ത് എവിടെയോ കസേരയോ ഒരണ്ടിയോ ഒക്കെ കൊണ്ടിട്ടിട്ട് ഇരുന്നിട്ട് നമുക്ക് സമാധാനപൂർവ്വം ക്ലീൻ ചെയ്യാമായിരുന്നു. ഇവിടെ ആകുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന അത്രയും സമയം നമ്മളിവിടെ നിൽക്കേണ്ടി വരും. ഞാനിപ്പോൾ ഓർക്കുന്നത് പണ്ട് എൻ്റെ അനിയത്തി വീട്ടിൽ മീൻ ക്ലീൻ ചെയ്യുന്നതായിരുന്നു. അത് അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഹെഡ്സെറ്റൊക്കെ വെച്ച് കസേരയൊക്കെ ഇട്ട് ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് ആസ്വദിച്ചായിരുന്നു അവളോട് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് പറയണേ. അപ്പോൾ കാര്യം പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ചാളക്കുട്ടന്മാരെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കണം. ചിലപ്പോൾ വിനാഗിരിയോ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പുളിവെള്ളം ഒക്കെ ഉപയോഗിച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.